PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടതിന് പിന്നാലെ പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരമിരുന്ന CPM മുൻ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയും അമ്മയും സത്യം തന്റെ അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണമെന്നും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടുപോയോ എന്ന് പരിശോധിക്കണമെന്നും പ്രമോദ് പറഞ്ഞു. വിഷയത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നും ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നും പ്രമോദ് വ്യക്തമാക്കി. PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കുറ്റം നിഷേധിച്ച് പ്രമോദ് കോട്ടൂളി. താൻ ആരുടെയും പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ പ്രമോദ് വിഷയത്തിൽ പരാതിക്കാരനായ വ്യക്തിയുടെ വീട്ടിന് മുന്നിൽ സമരത്തിനിറങ്ങിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. മകനെ വേട്ടയാടുന്നു എന്നുള്ള തോന്നലുണ്ടോ? അതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നൂലേ, ഏതൊരു മനുഷ്യന്മാർക്കും തോന്നൂലേ, അത് എനിക്കും തോന്നുന്നു. എൻ്റെ മോൻ പൈസ എന്തായാലും വാങ്ങിയിട്ടില്ല. പൈസ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇതല്ലല്ലോ ഞങ്ങളെ വീട്ടിൽ സ്ഥിതി ഉണ്ടാവുക. ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൊടുത്തുവെന്ന് പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണം. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിൽ എല്ലാ തരത്തിലുമുള്ള അന്വേഷണവും നടത്തണം. അതിനായി വ്യക്തി എന്ന നിലയിൽ പരാതി കൊടുക്കുമെന്നും പ്രമോദ് വ്യക്തമാക്കി. ഇത്രയും വലിയ പൈസ ഏതെങ്കിലും ഒരാളോട് വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരാളോട് പോയി വാങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംസാരം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ, ഏതെങ്കിലും ഒരാൾ. ഇപ്പോൾ ഞാൻ ഈ ആരോപണത്തിന് ഞാൻ മാത്രമാണിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. 1.5 മണിക്കൂറോളം നീണ്ട സത്യാഗ്രഹ സമരം ഒടുവിൽ അവസാനിപ്പിച്ച് പ്രമോദും അമ്മയും കൂട്ടുകാരും മടങ്ങിയതോടെയാണ് നാടകീയ സംഭവങ്ങൾക്ക് തിരശ്ശീല വീണത്. എന്നാൽ അച്ചടക്ക നടപടിയിലൂടെ വിവാദങ്ങൾ പാർട്ടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന സൂചനയാണ് ഈ സമരത്തിലൂടെ പ്രമോദ് പാർട്ടിക്ക് നൽകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.